ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കും. നമ്മുടെ തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവിൽ മഞ്ചാടിയിലായിട്ട് 3 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 BHK കൂടിയ ഒരു കിടിലം പ്രോപ്പർട്ടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല രീതിയിലുള്ള ടാറിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വലിയൊരു കാർ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള ടെയിൽ വർക്ക് ഈ സിറ്റ് ഔട്ടിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ടെയിൽ വർക്ക് എന്ന് പറയുന്ന മഴ സമയത്ത് നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചരിവിലാണ് ഈ ടെയിൽ വർക്ക് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്കലി താഴെ ഒഴുകി പൊക്കോളും. അതുപോലെ തന്നെ ഈ വീടിന്റെ വാട്ടർ സ്റ്റോറേജ് ആയിട്ട് കിണറും പൈപ്പ് ലൈനുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ട് ദർശനം വരുന്നത് പടിഞ്ഞാറ് ദർശനമാണ്. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിന്റെ തൂണിലും ഇതേപോലെ ചുവരിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഗ്ലാഡിംഗ് വർക്കുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ട് ഡോറ് വരുന്നത് പ്ലാവിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഡോറാണ്. ഈ വീടിനകത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള പാനലിങ്ങോട് കൂടിയ TV യൂണിറ്റ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെ 2 ജനാലകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ V-ഗാർഡിന്റെ VLC ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിൽ നിന്ന് നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ടെസ്റ്റ് വർക്ക് ഈ സൈഡിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസും കബോർഡ് വർക്കുകളോട് കൂടിയ വാഷ് ബേസിനാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിന്റെ അടിയിലായിട്ട് തന്നെ നമുക്ക് നമ്മളെ ഇൻവേർട്ടറൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഓപ്പൺ കിച്ചണിൽ നല്ല വുഡ് ഫിനിഷിലുള്ള ടൈലാണ് ഓപ്പൺ കിച്ചണിൽ താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വുഡ് ഫിനിഷിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല നൂതന മോഡലിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഈ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് കിണർ കാണാൻ പറ്റും. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം, നമ്മളെ 1ാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ബാത്റൂം ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ കമ്പനിയുടെ പ്ലംബിംഗ് വർക്കോട് കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ ഇവര് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള TV യൂണിറ്റ്, പാനലിങ്ങോട് കൂടി ഒരു TV യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്ന സെറ്റപ്പിലാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് TV യൂണിറ്റിന്റെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള പൈപ്പ് കണക്ഷനും പവർ പ്ലഗും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വാഷിംഗ് മെഷീനിൽ വെള്ളം പോകുന്നതിനുള്ള കണക്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി, നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നമ്മൾ ചെയർ സോഫയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സീലിംഗ് വർക്ക് ഈ ബെഡ്റൂമിൽ അവർ കൊടുത്തിട്ടുണ്ട്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു അലമാര ഇവിടെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെ
തിങ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലും ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാൾഡ്രോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിന്റെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ തന്നെ 2 ജനാലകളാണ്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു ബാത്റൂം ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ സ്റ്റോറേജ് ആയിട്ട് 750 ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും ഫെസിലിറ്റീസോട് കൂടി ഈ വീടിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 59 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങണമെന്ന ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.